നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ ഹരി. സൈക്കോസൊമാറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് പെയിൻ. ശരിക്കും സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ആധുനിക വൈദ്യ സമൂഹം ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. പക്ഷേ ആയുർവേദത്തിനെ സംബന്ധിച്ച് എല്ലാ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ആണ് എന്ന് ആയുർവേദം ചിന്തിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി, 3000 വർഷത്തിന് മേലെയായി. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സൈക്കോസൊമാറ്റിക് പെയിൻ എന്നുള്ളതാണ്. അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വേദനകളെയാണ് സൈക്കോസൊമാറ്റിക് പെയിൻ എന്ന് പറയുന്നത്. അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. ഫൈബ്രോമയാൾജിയ, അല്ലെങ്കിൽ നമ്മളുടെ TMS, ടെൻഷൻ മയോസൈറ്റിസ് സിൻഡ്രോം, നമ്മളുടെ സാമന്തയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എന്നിപ്പോൾ പറയുന്നത് കേട്ടു, മയോസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖങ്ങളായിട്ടാണ് മോഡേൺ മെഡിസിനും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആയുർവേദത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന നടുവിന് വേദനയായാലും കഴുത്തിന് വേദനയായാലും ഇതെല്ലാം സൈക്കോസൊമാറ്റിക് പെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ആയുർവേദത്തിൽ വാദത്തിൻ്റെ കേവല നിദാനം പറയുന്നുണ്ട്, സാമാന്യ നിദാനം പറയുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഈ നടുവിന് വേദനയായാലും മുട്ടിന് വേദനയായാലും കഴുത്തിന് വേദനയായാലും ഇതെല്ലാം ഒരുതരം വാതരോഗങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാ വാതരോഗങ്ങളുടെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു നിദാനം, വാതരോഗങ്ങൾ പൊതുവെ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാരണങ്ങൾ ആയുർവേദം പറയുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് എന്ന് പറയുന്നത് അതിചിന്ത എന്നുള്ളതാണ്, ഓവർ തിങ്കിങ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആയുർവേദം എത്രമാത്രം വാതരോഗങ്ങളെ സൈക്കോസൊമാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആധുനിക വൈദ്യ സമൂഹം ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നൂറ്റാണ്ടിൽ താഴെ ആയുള്ളൂ. ഇത് 3000 വർഷം മുമ്പ് എഴുതപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഈ സൈക്കോസൊമാറ്റിക് പെയിനുകൾ ഉണ്ടാകുന്നത്? നമ്മളുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് ചിന്തകളും ഒരുപാട് ഇമോഷൻസും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന വികാരങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും കേട്ടില്ലെങ്കിലോ, നമ്മൾ പൂർണ്ണമായിട്ടും അഡ്രസ്സ് ചെയ്തില്ലെങ്കിലോ, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവനൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയാൻ അവൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു മുതിർന്ന ഒരു പൗരനെ സംബന്ധിച്ച്, മുതിർന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ അയാൾക്ക് പൂർണ്ണമായി എക്സ്പ്രസ് ചെയ്യാനോ തുറന്നു പറയാനോ ഒരു പേരൻ്റൽ ഫിഗർ ഇല്ല. ഇത്തരത്തിലൊരു പേരൻ്റൽ ഫിഗർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പേരൻ്റൽ ഫിഗറാണ്, നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഉപാധിയാണ്. പക്ഷേ പലപ്പോഴും ദൈവം എന്ന് പറയുന്ന സാധനത്തിനെ ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ട് തന്നെ ദൈവവിശ്വാസം ആളുകളിൽ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ ആളുകൾ ഇല്ലാണ്ടാവുകയാണ്. അത് മാത്രമല്ല, സമൂഹത്തിലും ഈ പറയുന്നത് പോലെ കൂട്ടുകുടുംബങ്ങൾ ഇല്ലാണ്ടാവുകയാണ്, അണുകുടുംബങ്ങളിലേക്ക് മാറുകയാണ്. അങ്ങനെ മനുഷ്യന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ ഇപ്പോൾ ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ ആവുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇമോഷണൽ സപ്രഷൻ ഉണ്ടാവുകയാണ്. അവനവൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വഴികളില്ലാണ്ടാവുകയാണ്. ഒരാളുടെ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വഴികളില്ലാണ്ടായാൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു, മനസ്സിൽ വരുന്ന ചിന്തകളും വികാരങ്ങളും എന്നൊക്കെ പറയുന്നത് ഒരു ഒഴുകുന്ന പുഴ പോലെയാണ്. ഒരു സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു പുഴയെ നമ്മൾ ഒരു അണ കെട്ടി തടഞ്ഞു നിർത്തി എന്ന് കരുതുക. എന്ത് സംഭവിക്കും? അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും, ചുറ്റുപാടും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ വികാരങ്ങളും. ആ വികാരങ്ങളെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് അതിനെ ഒഴുകാൻ വിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ വികാരങ്ങൾ ശാരീരികമായി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഇത്തരത്തിൽ സപ്രസ് ചെയ്തിരിക്കുന്ന വികാരങ്ങളുടെ ശാരീരികമായ എക്സ്പ്രഷൻസിനെയാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സപ്രസ് ചെയ്യുന്ന വികാരങ്ങൾ ശരീരത്തിൽ എവിടെ എങ്ങനെ വേദനയായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതിന് ആ അനുഭവപ്പെടുന്ന വികാരങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇൻസെക്യൂർ ആവുമ്പോൾ അയാൾ എങ്ങനെയാണ് ഇരിക്കുക? നമ്മളൊരു ഹൊറർ ഫിലിം കാണാൻ പോവാണ്, നമ്മൾ ഭയന്നിരിക്കുകയാണ്, നമ്മൾ എങ്ങനെയാണ് ഇരിക്കുക? ഒരിക്കലും ഭയങ്കര റിലാക്സ് ചെയ്തൊന്നും ആയിരിക്കില്ലല്ലേ നമ്മളിരിക്കുക. നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് മുറുകിയായിരിക്കും നമ്മളിരിക്കുക. കാരണം ഒരു ഭയം വരുന്ന ഒരാളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബോഡി റെസ്പോൺസ് ആണത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ഷോൾഡറിനെ ടൈറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും ആ കണ്ടിന്യൂസ് മസിൽ സ്പാസം കാരണം ഷോൾഡറിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റിഫ്നെസ്സും ഇൻഫ്ലമേഷനും ഉറപ്പായിട്ടും അവിടെ ഒരു വേദന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, മിക്കവാറും ഉള്ള ഷോൾഡർ പെയിൻ്റെ ഒക്കെ കാരണം ഒരു ഇൻസെക്യൂരിറ്റി ആണ്, ഫിയർ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ബോഡി പെയിൻ, അതിൻ്റെ പിന്നിലുള്ള ഒരു ഇമോഷനെ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതും എത്തി നിൽക്കുക ഒരു ഫിയറിൽ തന്നെയായിരിക്കും. ഇതേപോലെ ലോ ബാക്ക് പെയിൻ, നമ്മൾ ഓടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ നടുവിൻ്റെ താഴ്ഭാഗത്തും കാലിലേക്കുമൊക്കെ ഒരു മസിൽ സ്പാസം ഉണ്ടാവും. ഇത് തുടർച്ചയായി കഴിഞ്ഞാൽ ഇത് നടുവിനും കാലിലേക്കുമൊക്കെ വേദനയും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ
ഏത് തരം ഇമോഷനാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ സൈക്കോസൊമാറ്റിക് പെയിൻ എവിടെ അനുഭവപ്പെടുന്നു, എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതിനും വ്യത്യാസമുണ്ട്. ഈ സൈക്കോസൊമാറ്റിക് പെയിനിനെ എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിൽ തന്നെയുണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരവും. കാരണം ആയുർവേദം പറയുന്നത് നിദാന പരിവർജനമാണ് ചികിത്സ എന്നുള്ളതാണ്. രോഗകാരണത്തിനെ ഇല്ലാണ്ടാക്കുന്നതാണ് ചികിത്സ. അപ്പോൾ ഇതിൻ്റെ രോഗകാരണം എന്താണ്? ഇമോഷണൽ സപ്രഷനാണ് രോഗകാരണം. അപ്പം ആ സപ്രസ് ചെയ്തിരിക്കുന്ന ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുക, അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുക, ആ കെട്ടിക്കിടക്കുന്ന വികാരങ്ങളെ സ്വതന്ത്രമായി പുറത്തേക്ക് ഒഴുകാൻ വിടുക എന്നുള്ളത് തന്നെയാണ് ഈ സൈക്കോസൊമാറ്റിക് പെയിൻ ഇല്ലാണ്ടാക്കാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉപാധി. അതുകൂടാതെ ആയുർവേദത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരുപാട് ചികിത്സകളുണ്ട്. നമുക്ക് കഷായങ്ങൾ കൊണ്ടുള്ള ധാരകൾ ചെയ്യാം, കിഴികൾ ചെയ്യാം, മസാജുകൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള മസിൽ സ്പാസവും ഇൻഫ്ലമേഷൻസും ഒക്കെ റിലീവ് ചെയ്യും, പെയിൻ മാറുകയും ചെയ്യും. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ഈ സ്ട്രെസ്സ് മാറാത്തിടത്തോളം, ആ സ്ട്രെസ്സ് മൂലമുള്ള ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് മാറാത്തിടത്തോളം, ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് മൂലമുള്ള ഇൻക്രീസ്ഡ് ന്യൂറോ മസ്കുലാർ ആക്ടിവിറ്റിയും അതുമൂലമുള്ള കണ്ടിന്യൂസ് മസിൽ സ്പാസവും മാറാത്തിടത്തോളം ഈ വേദന വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മിക്കവാറും ഉള്ള ആയുർവേദ ചികിത്സ ചെയ്യുന്ന ആളുകളും ആയുർവേദ ഹോസ്പിറ്റലുകളും എല്ലാവരും പറയുന്നതാണ്, നടുവേദനയ്ക്ക് ഈ വർഷം ചികിത്സ ചെയ്തു, അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും അടുത്ത വർഷവും ചെയ്യണം, അല്ലെങ്കിൽ വേദന തിരിച്ചു വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ഈ TMS എന്ന് പറയുന്ന പ്രതിഭാസത്തിനെ, ടെൻഷൻ മയോസൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുന്ന പ്രതിഭാസത്തിനെ പരിപൂർണമായിട്ടും സുഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, നമ്മൾ ശാരീരികമായിട്ട് അനുഭവപ്പെടുന്ന 90% വേദനകളുടെയും പിന്നിൽ ഒരു മാനസിക ഘടകമുണ്ട്. ആ മാനസിക ഘടകം കൊണ്ട് വേദന ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ആ വേദന ഉണ്ടാകുന്നത് ഒരു വീഴ്ചയിലൂടെ ആയിരിക്കാം. ഒരു വീഴ്ചയിലൂടെ നമുക്കൊരു വേദന ഉണ്ടായി, ആ വേദന സ്വാഭാവികമായിട്ട് നമ്മളുടെ ആത്മവിശ്വാസത്തിനെ ബാധിക്കും, അല്ലേ? ആ വേദന അപ്പോൾ നമുക്ക് 1-2 മാസം മാറാതെ നിന്നു എന്ന് കരുതുക. 1-2 മാസം മാറാതെ നിന്ന് കഴിയുമ്പോൾ ആ വേദന നമ്മളുടെ ഉള്ളിൽ ഒരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യും. ഞാനൊരു രോഗിയാണെന്നുള്ള ഒരു ചിന്ത ക്രിയേറ്റ് ചെയ്യും, എനിക്കത് കഴിയില്ല എന്നുള്ള ഒരു ചിന്ത ക്രിയേറ്റ് ചെയ്യും. ഇത് സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസക്കുറവിനെ ഉണ്ടാക്കും. ഈ ആത്മവിശ്വാസക്കുറവ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഭയം അല്ലെങ്കിൽ ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി വീണ്ടും അയാളുടെ ഉള്ളിലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ ട്രിഗർ ചെയ്യുന്നു. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് വീണ്ടും മസിൽ സ്പാസം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മസിൽ സ്പാസം വീണ്ടും ഈ വേദനയെ കൂട്ടുന്നു. ഈ വേദന വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ വേദന വീണ്ടും അയാളുടെ ആങ്സൈറ്റിയെ കൂട്ടുന്നു. നമ്മളൊരു ലൂപ്പിൽ പെട്ടതുപോലെ ഈ വേദനയിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മളെ അവിടെ കുടുക്കിയിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടൈറ്റ് കോറിഡോറിൽ കുടുങ്ങിപ്പോയ ഒരു മേശ പോലെയാണ് ഏതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസസും. നമ്മൾ ആ ടൈറ്റ് കോറിഡോറിൽ കുടുങ്ങിയ ഒരു മേശയുടെ ഒരു വശം പിടിച്ച് വലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പുറത്തെ വശം കയറി ലോക്കാവും, അത് ഊരി വരില്ല. എന്നാൽ ഇപ്പുറത്തെ വശം പിടിച്ച് വലിച്ചാലോ അപ്പുറം കയറി ലോക്കാവും, അത് ഊരി വരില്ല. അതേസമയം 2 വശവും നമ്മൾ ഒരേപോലെ പിടിച്ച് വലിച്ചാൽ വളരെ സ്മൂത്തായിട്ട് അത് നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് സൈക്കോസൊമാറ്റിക്കായിട്ട്, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ, അതിൻ്റെ ശാരീരികമായിട്ടുണ്ടായ ഇൻഫ്ലമേഷൻസിനെയും സ്റ്റിഫ്നെസ്സിനെയും പെയിനെയും മാനേജ് ചെയ്യാനുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ഒരു വശത്തൂടെ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളും മറുവശത്ത് ചെയ്താൽ മാത്രമേ അതിന് നമുക്കൊരു പരിപൂർണ പരിഹാരം സാധ്യമാകൂ.